السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലോക്ഗീത് എന്ന പുതിയൊരു അധ്യായമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ലോക്ഗീത്, നാടൻ പാട്ടുകൾ. നാടൻ പാട്ടുകളെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. ആ നാടൻ പാട്ടുകളെ കുറിച്ച് അല്പം കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. लोकगीत उन गीतों को कहते हैं जो आवाम में बहुत मकबूल होते हैं. ലോക്ഗീത് ഉൻ ഗീതോं को कहते हैं. ലോക്ഗീത് ഈ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ പാട്ടുകൾക്കാണ് പറയുന്നത്. ജോ അവാം മേ ബഹുത് മഖബൂൽ ഹോത്തെ ഹൈ. അവാം മേ അഥവാ ആം ലോക്, പൊതുജനങ്ങളുടെ ഇടയിൽ ബഹുത് മഖബൂൽ ഹൈ, മഖബൂൽ ഹോത്തെ ഹൈ. മഖബൂൽ എന്ന് പറഞ്ഞാൽ മഷ്ഹൂർ, പ്രസിദ്ധ എന്നൊക്കെ പറയാം, ഫേമസ്. അപ്പൊ ജനങ്ങൾക്കിടയിൽ ഫേമസ് ആയ ഒരു പാട്ടാണ് നാടൻ പാട്ടുകൾ. और जिन्हें अक्सर अवाम ही गाते हैं. അവയെ അക്സർ അവാം, ധാരാളം ആളുകൾ ഗാത്തെ ഹെ, അവയെ പാടുന്നു. ये गीत छपी हुई किताबों में कम मिलते हैं. ये गीत, ഈ പാട്ട് അഥവാ നാടൻ പാട്ടുകൾ ചപ്പി ഹോയി കിതാബ്. ചപ്പി ഹോയി കിതാബ് എന്ന് പറഞ്ഞാൽ പ്രിന്റഡ് ബുക്കാണ്, പ്രിന്റ് ചെയ്യപ്പെട്ട ബുക്കുകൾ. പ്രിന്റ് ചെയ്യപ്പെട്ട ബുക്കുകളിൽ കം മിൽത്തെ ഹൈ, വളരെ കുറവാണ് ലഭിക്കുന്നത്. പ്രിന്റ് ചെയ്തു വരുന്നത് കുറവാണ്. ഇത് പാടി പാടി ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറി വരുന്ന പാട്ടാണ് നാടൻ പാട്ടുകൾ. बहुत से लोकगीत ऐसे भी होते हैं. बहुत से लोकगीत, ധാരാളം നാടൻ പാട്ടുകൾ ഐസേ ബി ഹോത്തെ ഹൈ, ഇങ്ങനെയുമുണ്ട്. ജിൻകെ ബാരെ മേ ഹം യേ ബി നഹീ ജാൻതേ. ജിൻകെ ബാരെ മേ അവകളെക്കുറിച്ച് ഹം യേ ബി നഹീ ജാൻതേ, ഹം നമുക്ക് യേ ബി നഹീ ജാൻതേ, ഇതുപോലും അറിയില്ല. യേ ബി, ഇതുപോലും. എന്തെന്നാൽ, അല്ലെങ്കിൽ ഏതാണ് അറിയാത്തത്? ഉൻകെ ഖാലിഖ് കോൻ ഹൈ, അവകളുടെ സൃഷ്ടാവ്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ ലിഖ്നെ വാല, അവ എഴുതുന്ന ആളുകൾ ആരാണ്, അവ പാടി വരുന്ന ആളുകൾ ആരാണെന്ന്, അവ നിർമ്മിച്ച ആളുകൾ ആരാണെന്ന് ഇതുപോലും നമുക്ക് അറിയില്ല. ലോകഗീത് ജിയാദാതർ ലോഗോं की ज़बान पर होते हैं. ലോകഗീത്, നാടൻ പാട്ടുകൾ ജിയാദാതർ, ധാരാളം നാടൻ പാട്ടുകൾ ലോഗോं की ज़बान पर होते हैं, ആളുകളുടെ ഭാഷയിലാണ്, അവരവരുടെ ഭാഷയിലാണ് ഉള്ളത്. और एक नस्ल से दूसरी नस्ल तक पहुंचते रहते हैं. एक नस्ल से, ഒരു നസ്ൽ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം, ഒരു തലമുറ, ഒരു തലമുറയിൽ നിന്ന് ദൂസരി നസ്ൽ തക്ക്, മറ്റൊരു തലമുറ വരെ പൗഞ്ചത്തെ രഹത്തെ, അത് എത്തിച്ചേരുന്നു. അത് പാടി പാടി മക്കൾ പാടുന്നു, ഉപ്പാര് പാടുന്നു, അത് കേട്ട് മക്കൾ പാടുന്നു, പിന്നെ അവരുടെ മക്കൾ പാടുന്നു. അങ്ങനെ തലമുറ കൈമാറി വരുന്ന ഒരു പാട്ടാണ് നാടൻ പാട്ടുകൾ. लोकगीत अवामी जज्बात, उमंगों और तजुर्बों पर मबनी होते हैं. ലോകഗീത്, നാടൻ പാട്ടുകൾ അവാമി ജസ്ബാത്ത്, സാധാരണക്കാരുടെ വികാരങ്ങൾ, ജദ്ബാത്ത് വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, ആളുകളുടെ ആഗ്രഹങ്ങൾ, അതുപോലെ ഉമംഗം എന്ന് പറഞ്ഞാൽ സന്തോഷങ്ങൾ, ആഹ്ലാദങ്ങൾ എന്നൊക്കെ പറയാം. അപ്പൊ അവരുടെ വികാരങ്ങളും അവരുടെ ആഹ്ലാദങ്ങളും അവരുടെ സന്തോഷങ്ങളും അവർ തജുർബവും അവരുടെ എക്സ്പീരിയൻസും, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, സന്തോഷങ്ങൾ, ആഹ്ലാദങ്ങൾ, പരിചയ സമ്പത്ത്, ഇവകളൊക്കെ മബ്നി ഹോത്തെ ഹൈ, ഇതൊക്കെയാണ് മബ്നി ഹോത്തെ ഹൈ, ഇതുകൊണ്ടൊക്കെയാണ്
നാടൻ പാട്ടുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. നാടൻ പാട്ടുകളിലുള്ളത് ജനങ്ങളുടെ വികാരങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ ആഹ്ലാദങ്ങളും അവരുടെ എക്സ്പീരിയൻസും ഒക്കെയാണ് ഉള്ളത്. इसीलिए वो किसी गिरवा या कौम की आवाज होते हैं. इसीलिए ഇത് കാരണം वह किसी गिरवा या कौम की आवाज होते हैं. അവ അഥവാ നാടൻ പാട്ടുകൾ കിസി ഗിറുവ ഒരു കൂട്ടത്തിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ കൗം ഒരു സമാജത്തിൻ്റെ കൗം സമൂഹം അല്ലെ ഒരു സമൂഹത്തിൻ്റെ ആവാസ് ഹോത്തെ ഹൈ അവരുടെ ശബ്ദമാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഒക്കെ ശബ്ദമാണ് ഈ നാടൻ പാട്ടുകൾ. അധികം നാടൻ പാട്ടുകളും പണ്ടൊക്കെ ആളുകൾ കൂടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ സന്തോഷമുള്ള സമയത്ത് ഫങ്ഷൻസിൻ്റെ സമയത്തൊക്കെ ആളുകൾ കൂടിയിട്ട് അവിടുന്ന് പാടുന്ന പാട്ടുകളാണ്. അതെല്ലാവരും കൂടെ ഒന്നിച്ചുണ്ടാക്കുന്ന പാട്ടുകളാണ്. അതിന് ഒരു സൃഷ്ടാവിനെ അല്ലെങ്കിൽ അതുണ്ടാക്കിയ ഒരാളെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. ചില പാട്ടുകളൊക്കെ അങ്ങനെയാണ്, ഓരോരുത്തരും ഉണ്ടാക്കുന്നതുമുണ്ട് എങ്കിലും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ വിഷയങ്ങളായി വരുന്നത് അവരുടെ സന്തോഷങ്ങളും അവരുടെ വികാരങ്ങളും അവരുടെ എക്സ്പീരിയൻസും ഒക്കെയാണ്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഒരു ഗോത്രത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ശബ്ദമാണ് ഈ നാടൻ പാട്ടുകൾ. ബാസ് ഔഖാത്ത് ഉൻ ഗീതോं में अवामी जिंदगी की मंजरकशी इस तरह होते हैं. ബാസ് ഔഖാത്ത് ചില സമയങ്ങളിൽ ഉൻ ഗീതോं में ആ പാട്ടുകളിൽ അവാമി ജിന്ദഗി കി മൻസർ കശി ഇസ് തറഹ് ഹോത്തെ ഹൈ ഇപ്രകാരം ചിത്രീകരിക്കുന്നു. മൻസർ കശി എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുക. അപ്പോൾ ജനങ്ങളുടെ ജീവിതം, സാധാരണക്കാരുടെ ജീവിതം, പൊതുജനത്തിന്റെ ജീവിതം, അവാമി ജിന്ദഗി ആ ജീവിതത്തെ ഇപ്രകാരം ചിത്രീകരിക്കുന്നു. എപ്രകാരം, എങ്ങനെയെന്ന് വെച്ചാൽ हमारी नजरों के सामने इनकी तस्वीर खिंच जाती है. हमारी नजरों के सामने നമ്മുടെ കാഴ്ചകൾക്ക് മുമ്പിൽ, നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ, നമ്മുടെ കൺവട്ടത്ത് തന്നെ ഉൻകി തസ്വീർ ഖിൻച് ജാത്തെ ഹൈ അവരുടെ ജീവിതം എന്ത് ചെയ്യുന്നു, പ്രതിച്ഛായ നൽകുന്നു, പ്രതിച്ഛായ വരച്ചു വെക്കുന്നു അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ അവരുടെയൊക്കെ ജീവിതം നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നു. ചില സമയങ്ങളിലൊക്കെ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ചില സമയങ്ങളിൽ അവരുടെ ജീവിതം വരച്ചു വെക്കുന്നു, ചിത്രീകരിക്കുന്നു നമ്മുടെ കണ്ണിന് മുമ്പിൽ. അപ്പോ പാഠത്തിന്റെ ആദ്യ പാരഗ്രാഫ് വായിച്ചു തീരുമ്പോൾ അതിൽ പറഞ്ഞത് നാടൻ പാട്ടുകൾ പൊതുസമൂഹത്തിൽ വളരെ പ്രസിദ്ധമായ ഒന്നാണ്. അതുപോലെ അത് എല്ലാവരും പാടുന്നതാണ്. പ്രിന്റഡ് ബുക്കുകളിൽ ഇത് കാണൽ വളരെ കുറവാണ്. ഇതിൻ്റെ ചില നാടൻ പാട്ടുകളുണ്ട്, അത് എഴുതിയതാരാണെന്ന് പോലും അല്ലെങ്കിൽ പാടിയതാരാണെന്ന് പോലും നമുക്കറിയില്ല. ധാരാളം നാടൻ പാട്ടുകൾ അവരവരുടെ ഭാഷയിലാണ്, ചില ഗോത്രങ്ങളുടെ അല്ലെങ്കിൽ സമൂഹങ്ങളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ അവരുടെ ഭാഷയിലാണ്, അവരുടെ ശബ്ദമാണ്. അതുപോലെ ജനങ്ങളുടെ പൊതു സമൂഹത്തിൻ്റെ സന്തോഷങ്ങളും വികാരങ്ങളും അവരുടെ എക്സ്പീരിയൻസുമാണ് നാടൻ പാട്ടുകളിലുള്ളത്. അവരുടെയൊക്കെ ജീവിതം ചില സമയത്തൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരച്ചു കാട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ പറഞ്ഞു വെച്ചത്. അടുത്തത് നോക്കാം. लोकगीत ऐसे सुरीले और रसीले होते हैं कि पूरे बोल समझ में न आई तब भी सुनने को जी चाहता है. ലോകഗീത് നാടൻ പാട്ടുകൾ ഐസെ സുരീലെ ഔർ റസീലെ വളരെ അതുപോലെ രസകരവും നിസാരവുമാണ്. ഐസെ സുരീലെ ഔർ റസീലെ രസകരവും അതുപോലെ നിസാരവുമാണ്. എന്തെന്നാൽ പൂരെ ബോൾ സമജ് മേ ന ആയി പറയുന്നത് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും, സമജ് മേ ന ആയി മനസ്സിലായിട്ടില്ലെങ്കിലും
തബ് ബി എങ്കിൽ പോലും, എന്നാലും, സുന്നേ കോ ജി ചാഹതാ ഹൈ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോ പറയുന്നത് മുഴുവൻ മനസ്സിലായിട്ടില്ലെങ്കിലും എന്താണ് വിഷയം അല്ലെങ്കിൽ നാടൻ പാട്ടുകളിൽ എന്താ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് നാടൻ പാട്ടുകൾ. मिली जली अनजानी कोशिशों से पैदा होने वाले इन गीतों में हर शख्स के लिए अपनायत और प्यार होता है. मिली जली अनजानी कोशिशो, മിലി ജലി അൻജാനി എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ടുള്ള എന്നർത്ഥം. ഒന്നിച്ചുള്ള പരിശ്രമത്തോടെ പൈദാ ഹോനെ വാലെ ഉണ്ടായതായ ഒന്നിച്ചുള്ള പരിശ്രമത്താൽ ഉണ്ടായ ഇൻ ഗീതോമെ ഈ പാട്ടുകളിൽ, ഒന്നിച്ചുള്ള പരിശ്രമത്തിൽ ഉണ്ടായ ഈ പാട്ടുകളിൽ ഹർ ഷഖ്സ് കെ ലിയെ എല്ലാവർക്കും അപ്നായിയത് ഔർ പ്യാർ ഹോത്തെ ഹൈ. അപ്നായിയത്താണ് സ്വന്തമെന്നുള്ള ബോധം, ബന്ധം എന്നൊക്കെ. അപ്പോൾ സ്വന്തമെന്നുള്ള ബോധവും അതുപോലെ പ്യാർ ഇഷ്ടവും ഉണ്ടാകുന്നു. അപ്പോൾ കൂട്ടമായിട്ടുള്ള ഒന്നിച്ചുള്ള പരിശ്രമത്തോടെ ഉണ്ടായ ഈ പാട്ടുകളെ എല്ലാവരും സ്വന്തമെന്ന് കരുതുന്നു, അതുപോലെ അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇസീലിയെ യേ ഗീത് ആസാനി സേ യാദ് ഹോ ജാത്തെ ഹൈ. അങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം പെട്ടെന്ന് മനസ്സിലാവും, ഇഷ്ടമുള്ള കാര്യം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറും, പെട്ടെന്ന് പഠിയും, പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ഈ നാടൻ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന കാരണത്താൽ ഇസീലിയെ യേ ഗീത് ആസാനി സേ, ആസാനി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഓർത്തെടുക്കാൻ സാധിക്കുന്നു. യാദ് ഹോ ജാത്തെ ഹൈ. ഉൻകി ജബാൻ ഔർ ഖയാൽ ദോനോ സാദാ ഹോത്തെ ഹൈ. ഉൻകി ജബാൻ അതിൻ്റെ ഭാഷയും, നാടൻ പാട്ടുകളുടെ ഭാഷയും, ഔർ ഖയാൽ അതിൻ്റെ ആശയവും, ദോനോ സാദാ ഹോത്തെ ഹൈ രണ്ടും സാധാരണമുള്ളതാണ്. उन्हें गाने बजाने और उनसे लुत्फ लेने के लिए किसी बाकायदा इल्म की ज़रूरत नहीं होती. उन्हें ഇവകളെ, ഈ നാടൻ പാട്ടുകളെ, ഗാനെ ബജാനെ എന്ന് പറഞ്ഞാൽ അവ പാടാൻ, ആലപിക്കാൻ, और उनसे लुत्फ लेने के लिए അവയെ ആസ്വദിക്കാൻ, ലുത്ഫ് ലേന ആസ്വദിക്കുക, ആസ്വദിക്കാൻ വേണ്ടിയും അവ പാടാൻ വേണ്ടിയും കിസി ബാഖായിദ ഇൽമ കി സറൂറത്ത് നഹി ഹോത്തി. അതിനൊരു പ്രത്യേക നിയമം, കിസി ബാഖായിദ ഒരു നിയമം, ഇൽമ കി സറൂറത്ത് നിയമത്തിൻ്റെ പഠനം ആവശ്യമില്ല. സറൂറത്ത് നഹി, അത് അത്യാവശ്യമല്ല. നാടൻ പാട്ടുകൾ പാടാനും അതുപോലെ നാടൻ പാട്ടുകളെ ആസ്വദിക്കാനും പ്രത്യേക നിയമം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. यही वजह है कि उनके मौज़ूआत में आम जिंदगी की झलकियों की जगह खेत, कल्याण, बेल, गाये, नदी नाले, पंकज, कुएं, तालाब, मेलों टेलों और पैदाइश से लेकर मौत तक हर किस्म का जिक्र मिलता है. उनके मौज़ूआत में അവയുടെ വിഷയങ്ങളിൽ, അവയുടെ വിഷയങ്ങളിൽ ആം ജിന്ദഗി കി ജൽക്കിയോം കി ജഗ, ആം ജിന്ദഗി കി പൊതുജീവിതത്തിൻ്റെ, ജൽക്കിയോ എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ്സ്, ഇതിൻ്റെ ശോഭ എന്നൊക്കെ പറയാം, അതിൻ്റെ സ്ഥലം അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഹൈലൈറ്റ്സ്, ഈ നാടൻ പാട്ടുകളിൽ വരുന്ന വിഷയങ്ങൾ, ഖേത്, കല്യാൺ, ബേൽ, ഗായെ, നദി നാലെ, പങ്കജ്, കവ്വേം, താലാബ്, മേലോ ടേലോ. അപ്പോൾ ഇതെല്ലാമാണ് ഈ നാടൻ പാട്ടുകളിൽ വരുന്ന വിഷയങ്ങൾ എന്നാണ് പറയുന്നത്. ഖേത് എന്ന് പറഞ്ഞാൽ വയൽ, അതുപോലെ കല്യാൺ എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾക്ക് പറയാറുണ്ട്, അതുപോലെ മെതിക്കളം എന്നൊക്കെ പറയാം, തോട്ടങ്ങൾ അല്ലേ. അപ്പോൾ വയല്, തോട്ടങ്ങൾ, ബേൽ എന്ന് പറഞ്ഞാൽ കാള, ഗായ, പശു, നദീനാല് നദികൾ, പങ്കട്ട് എന്ന് പറഞ്ഞാൽ ചാലുകൾ, നമ്മൾ കുളത്തിൽ നിന്നും കിണറിൽ നിന്നൊക്കെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം വരാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്ഥലം, അതിനാണ് പങ്കട്ട് എന്ന് പറയുന്നത്.
കുംവേ കുംവേ എന്ന് പറഞ്ഞാൽ കിണറുകൾ, താലാബ് കുളങ്ങൾ. അതുപോലെ മേലോം ടേലോ സൗഹൃദങ്ങൾ. और पैदाइश से लेकर मौत तक, पैदाइश ജനനം മുതൽ, पैदाइश से ജനനം മുതൽ മൗത്ത് തക് മരണം വരെ ഹർ കിസ്മ കാ സിക്ർ മിൽത്താ ഹൈ, എല്ലാ ഇനവും പറയപ്പെടുന്നു. അപ്പൊ ഈ നാടൻ പാട്ടുകളിൽ ഇതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും വരുന്നു. उन्हें गाने के लिए बहुत से साजों की जरूरत भी नहीं होती. उन्हें गाने के लिए, ഇവയെ ഈ നാടൻ പാട്ടുകളെ പാടാൻ വേണ്ടി बहुत से साजों के, സാസോ എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ ഉപകരണങ്ങൾ, വാദ്യോപകരണങ്ങൾ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതിൻ്റെയും ജറൂറത്ത് ബി നഹി ഹോത്തെ, അതിൻ്റെ ആവശ്യവും ഇല്ല. ബസ് ഏക് സാരംഗി, ബാസുരി, യക്താര, ഖഡ, ഢോൽ യാ ഏക് ഢോലക് ഹി കാഫി ഹെ. അപ്പോൾ ഇതെല്ലാം ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെ പേരാണ്. സാരംഗി, സാരംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം കൊടുത്തെടുത്ത് കാണാവുന്നതാണ്. ഏക് തരഹ കാ സാസ്, ഒരു തരം ഉപകരണമാണ്. ജിസ്മേ കൈ താർ ഹോത്തെ ഹെ, അതിന് ധാരാളം താർ ഉണ്ടാകും. താർ എന്ന് പറഞ്ഞാൽ സ്ട്രിങ്സ്. അപ്പോൾ കമ്പി അല്ലേ, നൂല് എന്നൊക്കെ പറയാം, താർ. അപ്പോൾ സ്ട്രിങ്സ് ഉള്ള, ധാരാളം സ്ട്രിങ്സ് ഉള്ള ഒരു തരം ഉപകരണമാണ് സാരംഗി. പിന്നെ അടുത്തതായി അർത്ഥം കൊടുത്തിട്ട് കാണാൻ സാധിക്കും ഇക്താറ. ഇക്താറ എന്ന് പറഞ്ഞാൽ ഏക് സാസ് ജിസ്മേ ഏക് ഹി താർ ഹോത്താ ഹെ, ഒരു താർ മാത്രമേ ഉണ്ടാവൂ, ഒരു സ്ട്രിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു ഉപകരണമാണ് ഇക്താറ. നമുക്ക് പാഠത്തിലേക്ക് വരാം. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ ധാരാളം ഇൻസ്ട്രുമെന്റ്സിന്റെ ആവശ്യമില്ല. ഒരു സാരംഗി മതി. ഒരു ബാസുരി പറഞ്ഞാൽ പുല്ലാങ്കുഴൽ, പിന്നെ അതുപോലെ ഇക്താറ. ഇക്താറ എന്ന് പറഞ്ഞാലും സാരംഗി എന്ന് പറഞ്ഞാലും വ്യത്യാസം അതിലുള്ള സ്ട്രിങ്സിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. ഒന്നിൽ ധാരാളം ഉണ്ടാവും, ഒന്നിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഗഡ, ഡോൾ. ഗഡ എന്ന് പറഞ്ഞാൽ കൂജ എന്നൊക്കെയാണ് അർത്ഥം. അപ്പം അതുപോലെ ഒരു ഇൻസ്ട്രുമെന്റ്സ് തന്നെയാണ്. അതുപോലെ ഡോൾ യാ ഏക് ഢോലക്, അപ്പോൾ ഒരു ഡ്രം അല്ലെങ്കിൽ ഒരു ചെണ്ട, ഇവയൊക്കെ മതിയാവും. കാഫി ഹെ, ഇവയൊക്കെ മതിയാകും, ധാരാളം ഇൻസ്ട്രുമെന്റ്സിന്റെ ആവശ്യമില്ല. ये किसी भी साज पर गाया जा सकता है, ഇത് ഏത് ഇൻസ്ട്രുമെന്റ് വെച്ചും പാടാവുന്നതാണ്. और बगैर साज के भी गाया जा सकता है, ഇൻസ്ട്രുമെന്റ് കൂടാതെയും, ബഗൈർ സാസ് ഇൻസ്ട്രുമെന്റ് കൂടാതെയും പാടാൻ സാധിക്കുന്നതാണ്. टुमरी, दादरा, कजरी, ये सब लोकगीत के अपने अंदाज है. ഇതെല്ലാം ഓരോ ഇനങ്ങളാണ്, ഈ നാടൻ പാട്ടുകളുടെ ഓരോ ഇനങ്ങളാണ്. നമ്മുടെ അർത്ഥം കൊടുത്ത ഭാഗത്ത് വിശദാക്കിയിട്ടുള്ളത് കാണാം. टुमरी गीत की एक किस्म जिसमें एक बोल तरह तरह से अदा किया जाता है. ഒരു ഗാനം തന്നെ വിവിധ രീതികളിൽ പാടാൻ സാധിക്കുന്ന ഒരു തരം ഗാനം അല്ലെങ്കിൽ പാട്ട്. അപ്പോൾ ഒരേ പാട്ട് തന്നെ പല രീതിയിൽ അത് പാടാൻ സാധിക്കും. അങ്ങനെയുള്ള പാട്ടിനെയാണ് ഠുമരി എന്ന് പറയുന്നത്. നാടൻ പാട്ടുകളിൽപ്പെട്ട ഒരു വിഭാഗമാണത്. അടുത്തത് दादरा, गीत की एक किस्म जिसमें मुख्तलिफ गीतों के बोल या अशआर जोड़ दिए जाते हैं. ഇത് വ്യത്യസ്തമായ പാട്ടുകളുടെ വരികൾ ചേർത്തിണക്കിയ ഒരു നാടൻ പാട്ട്, അഥവാ പല പാട്ടുകളിൽ നിന്നും പല വരികളും എടുത്തിട്ടുള്ള ഒരു നാടൻ പാട്ട്, പല പാട്ടുകളും കൂട്ടിച്ചേർത്തിട്ടുള്ള നാടൻ പാട്ട്, അതിനാണ് ദാദരി എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇനമാണ് കജരി. ബർസാത്ത് മേം ഗായെ ജാനെ വാലെ ഗീത് കി ഏക് കിസ്മ. അത് ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് പാടുന്ന പാട്ടുകൾപ്പെട്ട ഒരു പാട്ട്. അപ്പം മഴക്കാലത്ത് പാടുന്ന നാടൻ പാട്ടുകൾക്ക് പറയുന്ന പേരാണ് കജരി. അപ്പം ഇതെല്ലാം ഇതൊക്കെ നാടൻ പാട്ടുകളുടെ വിവിധ ഇനങ്ങളാണ്.
ये सब लोकഗീത് ഈ മുഴുവൻ നാടൻ പാട്ടുകളും അപ്നെ അന്താസ് ഹെ, അവകൾക്കൊക്കെ അപ്നെ അന്താസ് ഹെ. അന്താസ് എന്ന് പറഞ്ഞാൽ ശൈലി, സ്വന്തമായിട്ട് ശൈലിയുണ്ട്, ഓരോന്നിനും ഓരോതായ ശൈലികളുണ്ട്. ബാരാമാസ ബി ഇസ്കി മഷ്ഹൂർ ശക്ൽ ഹെ. ബാരാമാസ എന്ന് പറഞ്ഞാലും ഒരു ഇനമാണ്. അതിൻ്റെ വിശദീകരണവും നമ്മുടെ അർത്ഥം കൊടുത്ത ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. शायरी की एक किस्म ऐसी नज़म जिसमें साल के 12 महीनों और मुख्तलिफ मौसम का जिक्र किया जाए. ഇത് ഒരു ഇനമാണ്. അത് നാടൻ പാട്ട് പാടുന്ന ആള് ഈ പാട്ടിൽ 12 മാസം, വർഷത്തിലെ 12 മാസം അല്ലെങ്കിൽ നമ്മുടെ സീസണുകൾ, ഇവയെക്കുറിച്ച് പറയുന്ന പാട്ടാണ്. അപ്പം വർഷത്തിലെ മാസങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സീസൺസിനെ കുറിച്ചോ ഒക്കെ പറയുന്ന പാട്ടിനാണ് ബാരാമാസ എന്ന് പറയുന്നത്. അപ്പം ഈ ബാരാമാസയും ഇതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. ബാരാമാസ എന്നുള്ള നാടൻ പാട്ടിൻ്റെ രൂപവും ഇസ്കി മഷ്ഹൂർ ശക്ൽ ഹെ, ഇതിൻ്റെ ഒരു മഷ്ഹൂറായ പ്രസിദ്ധമായ രൂപമാണ്. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ലോകഗീത് അഥവാ നാടൻ പാട്ടുകൾ വളരെ നിസ്സാരം അല്ലെങ്കിൽ വളരെ എളുപ്പവും സുഖകരവുമാണ് പാടാൻ. നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അർത്ഥങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണ് നാടൻ പാട്ട്. അതുപോലെ എല്ലാവരുടെയും പ്രയത്നത്താൽ ഉണ്ടായതായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനൊക്കെ എളുപ്പമാണ്. ഇതിലെ ഭാഷയും അതുപോലെ അതിലെ ആശയവും സാധാരണയുള്ളതാണ്. അതുപോലെ ഇത് പാടാൻ വേണ്ടി അല്ലെങ്കിൽ ആസ്വദിക്കാൻ വേണ്ടി പ്രത്യേക ഒരു അറിവിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഇതിലെ വിഷയങ്ങൾ തോടുകളും കുളങ്ങളും പശുവും കാളയും ഒക്കെ ആണ് ഇതിലെ വിഷയങ്ങൾ. അതുപോലെ സൗഹൃദങ്ങളും അതുപോലെ ജീവിതം മുതൽ മരണം വരെയുള്ള ഏത് വിഷയവും ഇതിൽ വരാം. പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ്, ധാരാളം ഇൻസ്ട്രുമെൻസിൻ്റെ ആവശ്യമില്ല. 1-2 ഇൻസ്ട്രുമെൻസിൻ്റെ പേരുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ നാടൻ പാട്ടുകളുടെ അല്പം ഇനങ്ങളും ഇവിടെ നമ്മുടെ ഈ പാഠഭാഗത്ത് പറഞ്ഞു. അത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കുക, അർത്ഥം മനസ്സിലാക്കുക. ഒരു വായന എത്രയോ അധികം വായിക്കുന്നു അത്രയും നല്ലതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.